സെന്റിമെന്റ്സുകൾക്ക് യാതൊരു വിലയില്ലാത്ത സ്ഥലമാണിത്. തളരരുത്. ഈ സെന്റിമെന്റ്സിന് വിലയുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ട്. നല്ല മനുഷ്യത്തെ മനസ്സ്. മിനിയും മോളും ഒക്കെ വന്നിട്ടുണ്ട്. സിറ്റിംഗ് തുടങ്ങി. ഇനിയിപ്പോൾ ഏത് സമയത്തും വിളിക്കും. വാ. സാന്ദ്ര, ഉല്ലാസും സാന്ദ്രയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് ഈ കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉല്ലാസിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം സാന്ദ്രയ്ക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇല്ല. പിന്നെ എങ്ങനെയാണ് അറിഞ്ഞത്? ആദ്യ ഭാര്യയായ മിനി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ. യുവർ ഓണർ, താൻ ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും മിനിയെ രക്ഷിക്കാൻ മുൻകൈയെടുത്തത് എന്റെ കക്ഷിയായ സാന്ദ്രയാണ്. ഈ നല്ല മനസ്സ് തന്നെയാണ് സാന്ദ്ര ഉല്ലാസിന്റെ ചതിയിൽപ്പെടാൻ കാരണം. സ്വാഭാവികമായും ഏത് വിവാഹക്കാര്യത്തിലും പങ്കാളിയെക്കുറിച്ചും അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ചും അന്വേഷിക്കാൻ ഒരു നാട്ടുനടപ്പുണ്ട്. അതൊന്നും ചെയ്തില്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. നാട്ടുനടപ്പെന്നത് നിയമപുസ്തകത്തിലുള്ള കാര്യമല്ല. മാത്രമല്ല, വിദഗ്ധനായ ഒരു ക്രിമിനലാൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് പ്രസ്തുത ക്രിമിനലിന്റെ ഭൂതകാലമൊന്നും തിരക്കില്ല എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അഭിഭാഷകയ്ക്ക് ചോദിച്ചതല്ല. ഓപ്പോസിഷൻ ലോയർ, വാദി ഒരു പെൺകുട്ടിയാണ് എന്നതുകൂടെ ഓർത്ത് ക്രോസ് എക്സാമിൻ ചെയ്യുക. സോറി സർ. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ജേക്കബേട്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേറെ വക്കീലിനെ വെക്കാമെന്ന്. സാന്ദ്രയുടെ വിവാഹത്തിന് ഒരു സാക്ഷി പിതാവായ താങ്കളായിരുന്നു. അതെ. മകളുടെ രജിസ്റ്റർ മാരേജിന് അച്ഛൻ സാക്ഷിയോ? അത് അവളുടെ ഇഷ്ടം അതായതുകൊണ്ട് ഞാൻ എതിര് നിന്നില്ല. ഈ ഉല്ലാസ് താങ്കളോട് എന്തെങ്കിലും പാരിതോഷികങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ? 15 ലക്ഷം രൂപ സാന്ദ്രയുടെ അക്കൗണ്ടിൽ നിന്നും ഉല്ലാസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, ഈ 15 ലക്ഷം രൂപയും ക്യാഷ് ആയിട്ട് തന്നെയാണ് ഉല്ലാസ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പണം ദുർവിനിയോഗം ചെയ്തതെന്ന് ഉല്ലാസിന് മാത്രമേ അറിയൂ. നല്ലതുപോലെ കള്ളം പറയുന്ന ആളാണല്ലേ ഈ ഉല്ലാസ്. എന്ത് പറഞ്ഞിട്ടാണ് രണ്ടാം വിവാഹം നടന്ന ദിവസം ഉല്ലാസ് വീട്ടിൽ നിന്ന് പോയത്? സിനിമയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. യുവർ ഓണർ, ഒരു സിനിമാ പാട്ട് പോലും പാടിയിട്ടില്ലാത്ത വെറും 4ാം കിട പാട്ടുകാരനായ ഇയാൾ സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിൽ പോലും പോയി സിനിമാ പാട്ടുകാരനാണെന്ന കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് മകൾ സൗമ്യയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. Under these circumstances and from the depositions of the witnesses, it's very clear that the accused is a liar and a hardcore criminal. That's all, Your Honor. ഡിഫൻസ് ലോയർ മേ ക്രോസ് എക്സാമിൻ. തന്റെ സ്ത്രീത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു പെണ്ണാണ് മിനി, അല്ലേ? അതെ. സ്ത്രീ ദുർബലയല്ലെന്നും ഒന്നിനു വേണ്ടിയും തലകുനിക്കേണ്ടവളല്ലെന്നും ഉത്തമമായി മിനി വിശ്വസിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. എന്നിട്ടാണോ എതിർഭാഗം വക്കീൽ പറയുന്നത് പോലെ ക്രിമിനലും നുണ പറയുന്നവനും കുടുംബം നോക്കാത്തവനും കലാലോകത്ത് ഒന്നും അല്ലാത്തവനും ഒക്കെയായ ഉല്ലാസിനെ പോലെ ഒരാൾക്ക് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്? അത് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, അറിയാണ്ട് എടുത്ത് കുടിച്ചു പോയതാണ്. യുവർ ഓണർ, ഇതൊരു മൊഴിയായി സ്വീകരിക്കണം. മിനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന വാദം ഇവിടെ അപ്രസക്തമാവുകയാണ്. എത്ര വർഷമായി ഉല്ലാസുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട്? 15. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം PW4 മിനിയുടെ മൊഴികൾ വളരെ പ്രസക്തമാണ്. സാന്ദ്രയെ രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മിനിയാണ്. Objection, Your Honor. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. കോടതിക്ക് ഉത്തമ ബോധ്യം വന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വെറുതെ കോടതിയുടെ സമയം കളയാണ് എതിർഭാഗം വക്കീൽ. സമയവും കാലവും ഒന്നിനും ആധാരമല്ല. ഇവിടെ തെളിവുകൾക്കാണ് പ്രാധാന്യം. 15 വർഷം ഒരുമിച്ച് താമസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ മിനി ഉല്ലാസിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്? ഇനി ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. മിനി ഉല്ലാസിന്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്ത് രേഖകളാണ് ഇവരുടെ കയ്യിലുള്ളത്? ഉല്ലാസ് മിനി ദമ്പതികളുടെ മകളായ സൗമ്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കുഞ്ഞുണ്ടാവാനും സ്കൂളിൽ ചേർക്കാനൊന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല സർ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ നിയമപരമായി ഉല്ലാസ് മിനിയെ വിവാഹം കഴിച്ചിട്ടില്ല. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഉഭയസമ്മതപ്രകാരം ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
നിയമവ്യവസ്ഥയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഞാൻ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള എൻ്റെ ഒരേ ഒരു ഭാര്യ സാന്ദ്രയാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ താമസിക്കണമെന്നുള്ളത് എൻ്റെ അവകാശമാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഇവനിതൊക്കെ ഇപ്പൊ പഠിച്ച് സാന്ദ്ര എന്നോടൊപ്പം താമസിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ ഞാനൊരു കേസും ഫയൽ ചെയ്തു. സ്ത്രീ എന്ന പരിഗണന ദുരുപയോഗം ചെയ്ത് സാന്ദ്ര കെട്ടിച്ചമച്ചൊരു കേസാണിത്. പരിഗണന ദുരുപയോഗം ചെയ്തോ എന്ന് വെച്ചാൽ? യുവർ ഓണർ, ഈ കോടതിയിൽ വാദിക്കാൻ വരുന്ന എന്നെ സാറ് അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്നും കണ്ണിറക്കി കാണിക്കാറുണ്ടെന്നും ഞാൻ പറഞ്ഞാൽ മൈൻഡ് യുവർ വേർഡ്സ്. അയ്യോ സാറ് ചെയ്തു എന്നല്ല, ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലും എഴുതി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്താല് നിയമവും മാധ്യമങ്ങളും പൊതുജനങ്ങളും എന്റെ കൂടെ നിൽക്കോ അതോ സാറിന്റെ കൂടെ നിൽക്കോ? ഈ കേസിന്റെ വിധി ഒരു വനിതാ ജഡ്ജി പറയുന്നതായിരിക്കും നല്ലത്. ചേച്ചി ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നിച്ചൊരു ഫോട്ടോ എങ്കിലും മതിയായിരുന്നു. ഞാനൊക്കെ തെളിവിന് വേണ്ടി ഇതേപോലെ ഫോട്ടോ എങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്. അവനില്ലേ ആ പാട്ടുകാരൻ, അവൻ ആള് ഭയങ്കരനാ. അവൻ കോടതിയിൽ വന്ന് 2 സാപ്പാസ് അടിച്ചപ്പോഴേക്കും നമ്മുടെ വക്കീലിന്റെ സംഗതിയൊക്കെ പോയി. ആ എടാ, നിന്റെ വിഷം വല്ലതും ബാക്കിയുണ്ടാ? എന്തിനാ? കുടിച്ച് ചാവാൻ. സാറേ, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. നിനക്ക് ഇതുവരെ മതിയായില്ലല്ലേ? വേണ്ട. ഇപ്പൊ നമ്മുടെ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിന് ട്രാൻസ്ഫറാ. പകരം വരുന്നത് ഒരു വനിതാ ജഡ്ജ്. അതറിയാവുന്നതുകൊണ്ട് ആ കേസ് അവധിക്ക് വെച്ചത്. അല്ലാതെ വനിതാ ജഡ്ജ് വേണമെന്നൊന്നും ഈ ജഡ്ജിന് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം അങ്കിൾ? നീ എങ്ങനെയും ഡിവോഴ്സ് മേടിക്കാൻ നോക്കും, എന്നിട്ട് നോക്കാൻ ബാക്കി. അയാൾ അത് വെച്ച് കളിക്കും. ഡിവോഴ്സ് എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന്. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. നിർത്തിക്കേ ബാബു, താളത്തിൽ വായിക്കേ. സാക്കിയ ഹുസൈൻ എന്നോട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. 3 മണിക്കൂർ ജോൺസൺ മാഷിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട കുട്ടികൾക്ക് വീൽ ചെയർ കൊടുക്കാനാ. സ്പെഷ്യൽ ഷോയാ, അതാ പെട്ടെന്ന് റിഹേഴ്സൽ വെച്ചത്. എന്റെ മോളുടെ തങ്കത്തോണി നോക്കാൻ പറ്റുമോ ഇല്ലയോ? ഉച്ച കഴിഞ്ഞ് അവൾക്ക് കവർ സോങ്ങിന്റെ ഷൂട്ടുള്ളതാ. ഉല്ലാസേട്ടന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മോളെ, ഇതിന്റെ കഴിഞ്ഞ കവർ എത്ര പേര് കണ്ടു? 8K കഴിഞ്ഞു. നിന്റെ പരിപാടി എന്താ? നീ ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും വരാതെ എത്ര നാളാ? സത്യം പറഞ്ഞ കമ്മിറ്റിക്കാരിപ്പം നീ വേണമെന്ന് നിർബന്ധം പറയാറും. അത് പറയും. 4 ദിവസം ജയിലിൽ കിടന്നാൽ എന്താ, സെലിബ്രേറ്റ് ആയില്ലേ? ഇത്തിരി മനസ്സമാധാനം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ പോയി മോളിലെ തങ്കത്തോണി നോക്കൂ. മതി 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 മതി, എന്റെ മോള് തങ്കത്തോണി പോയട്ടെ. എന്തൊരു കഷ്ടമാണത്. ഞാൻ ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ, ഞാൻ ആളായ ബസ്സുകാർ. നീ പാടും മോളെ.